ഞാറക്കലിൽ എറണാകുളം ഞാറക്കലിൽ വലിയ രീതിയിൽ കടലേറ്റമുണ്ടാകുന്നു. കടൽ ഭിത്തി തകർത്ത് വീടുകളിലേക്ക് വെള്ളം കയറുന്ന നിലയാണ് ഇപ്പോഴുള്ളത്. വെള്ളമൊഴുകുന്നത് വീടുകൾക്ക് മുന്നിലൂടെയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. സംഭവ സ്ഥലത്ത് നിന്ന് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, അവിടെയുള്ള ആളുകളെ വലിയ രീതിയിൽ ബാധിക്കുന്നു. കടൽ കയറുന്നത് ആ വീടുകളിലേക്കൊക്കെ വെള്ളം ഒഴുകിയെത്തുന്ന ദൃശ്യങ്ങൾ കാണാം. എന്താണ് സംഭവിക്കുന്നത് ശ്യാംകുമാർ? റിജിത്ത്, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ആ ദൃശ്യങ്ങൾ, ക്യാമറമാൻ അനന്തു ആ ദൃശ്യങ്ങൾ കാണിക്കും. അവിടെയാണ് ഈ കടൽ ഭിത്തി തകർത്തുകൊണ്ട് ഈ വീടുകളുടെ മുന്നിലൂടെ ഈ വെള്ളം ഒഴുകുന്നത്. ഇത് കടൽ തീരത്ത് നിന്ന് കടത്തി ഇട്ടതിനും അപ്പുറത്തേക്കാണ് ഈ കടൽ അടിച്ചിങ്ങനെ കയറി വരുന്നത്. ആ ദൃശ്യങ്ങൾ കാണാം. വീടുകൾക്കുള്ളിലൊക്കെ വെള്ളം കയറി അവിടെയൊക്കെ ആളുകളൊക്കെ മാറേണ്ട ഒരു സ്ഥിതിയായിട്ടുണ്ട്. ഈ പ്രദേശത്ത് ആ ഒരു വീടിനകത്താണ് ഇപ്പോൾ ഈ കടൽ ഇങ്ങനെ കയറി ഒഴുകുന്നത് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇവിടുത്തെ 8-ലധികം വീടുകളിലും ഇത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് കാണാനുള്ളത്. ഈ പ്രദേശത്തുകൂടി ഇപ്പോൾ ഈ പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ കടലാണ്. ഇവിടെയുള്ളവരൊക്കെ ഇപ്പോൾ താമസം ഇവിടെ നിന്ന് മാറേണ്ട ഒരു സ്ഥിതിയിലൊക്കെ ആയിട്ടുണ്ട്. 4 ലക്ഷം രൂപ മുടക്കി ഈ പ്രദേശത്ത് കഴിഞ്ഞ ആഴ്ച ഒരു മണൽത്തിട്ട് ഉണ്ടാക്കിയിരുന്നു. അത് കടൽ കയറ്റത്തെ പ്രതിരോധിക്കാനായിരുന്നു. ആ 4 ലക്ഷം രൂപയും ഒഴുകിപ്പോകുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഈ നാട്ടുകാരെ ബാധിക്കുന്ന രീതിയിൽ കടൽ അടിച്ചു കയറുകയാണ് ഇവിടെ ഈ ഞാറക്കൽ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ. ചേട്ടാ, ഇത് എത്രത്തോളം ഇപ്പോൾ ദുരിതമായി? ദുരിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. കണ്ടില്ലേ, ഇപ്പോൾ കുറേ കാലമായിട്ട് ഇവിടെ കടലും ഇല്ല, പിന്നെ കല്ലും ഇല്ല, ഒരു വഴക്കില്ല. ഈ ഇതിന് 4 ലക്ഷം രൂപ ചിലവായെന്നും പറഞ്ഞിട്ട് പ്രസിഡന്റ് കൊണ്ടുവന്നിട്ട് കുറേ വാടക കൊണ്ടുവന്ന് കയറ്റി വെച്ചപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞ വെക്കല്ലേ ഇത് എങ്ങനെ ഒഴുകി പോകുമെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തെ സമ്മതിക്കാണ്ട് വെച്ചാണ് മോളിൽ നിന്നുള്ള ഉത്തരവാദിത്തം കൊണ്ട്. ഈ ഇവിടുത്തെ പ്രസിഡന്റ് മിനി രാജു പുള്ളിക്കാരത്തെയാണ് ഇതെല്ലാം ചെയ്തു വെച്ചേക്കണത്. ഈ കാണുന്നത് ഞങ്ങളുടെ മെമ്പർ എന്ന് പറഞ്ഞാൽ ഒരു 1-ാം വാർഡിലെ മെമ്പർ. അവൻ പിന്നെ പെയിൻറ്റ് പണിക്കാരാണ്. അവൻ മോളിൽ നിന്ന് വീട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. ആ ചെക്കൻ പിന്നെ ഒന്നിനും വരാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പോൾ 3-5 വീടുകളിൽ ഇപ്പോൾ താമസിക്കാൻ പറ്റില്ല ഇവിടെ. അത് കാരണം അവരിപ്പോൾ എവിടെ പോകുന്ന ഇരിക്കണാണ്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരും ഇവിടെ തിരിഞ്ഞുകൊണ്ട് നോക്കിയിട്ടില്ല. ഇനി കൂടാൻ സാധ്യതയുണ്ട്. ഇത്രയും ഇത് കണ്ട കടല് പൊങ്ങിയിരിക്കണം. പകുതിയായി കഴിഞ്ഞ് എന്നിട്ട് കൂടെയാണ് ഇറക്കം. കടലിന്റെ ഇതനുസരിച്ച് ഞങ്ങൾ മീൻപിടുത്തക്കാരാണ്. ഞങ്ങൾക്കറിയാം പകുതി മുക്കാൽ ഇറക്കമായി. ഇപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. റിജിത്ത്, ഈ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരാണ് നമ്മളുടെ കൂടെയുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ കടൽ കയറ്റത്തിൻ്റെ എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ള ആ ദൃശ്യങ്ങൾ ഒന്നുകൂടെ പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ആ ക്ഷേത്രം തകർന്നു, കടൽ കയറി അത് അങ്ങ് ഒഴുകിപ്പോയിട്ടുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ഇവിടെ ഈ കാണുന്ന ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആളുടെ വീടാണ് ഈ കാണുന്നത്. ആ വീടിൻ്റെ അകത്തുകൂടിയാണ് ആ കടൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ കടൽ തിരമാലകൾ ഇങ്ങനെ അടിച്ചു കയറി ഈ തീരത്തെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ കടൽ എത്തുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന മണൽ, അത് 4 ലക്ഷം രൂപയുടെ മണലായിരുന്നു. ആ മണലാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കടൽ കൊണ്ടുപോയിരിക്കുന്നത്. ഇങ്ങനെ പല വീടുകളുടെ മുന്നിലൂടെ ഇങ്ങനെ ഈ കടൽ ഒഴുകി ഈ ഞാറക്കലിൽ വലിയൊരു പ്രതിസന്ധിയാണ് ഈ മഴ മാറി നിൽക്കുമ്പോൾ പോലും ഇവിടെ ഉണ്ടാകുന്നത്. ഇനിയും ഈ രാത്രിയിൽ ഈ കടൽ കയറ്റം ഇങ്ങനെ കൂടും എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്ത് അടിയന്തരമായിട്ടുള്ള സഹായം എത്തിയില്ല എങ്കിൽ കൂടുതൽ വീടുകളിലൊക്കെ ഇത് വ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് കടലേതാണ് കരയേതാണ് എന്നറിയാൻ മേലാതെയാണ് നമ്മൾ പോലും ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ റിപ്പോർട്ടിംഗ് സമയത്ത് പോലും നമുക്കിവിടെ വെള്ളവും കരയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. ഇനി ഒരു പ്രദേശത്തു കൂടി, അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്ത് കൂടി കാണാം ഇവിടെയുള്ള ഈ ചെറുപ്പക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഈ വീടുകളിലേക്കാണ് ഈ വെള്ളം അടിച്ചു കയറുന്നത്. കണ്ടുകൊണ്ട് നിൽക്കാൻ മാത്രമാണ് ഇപ്പോൾ അവർക്കുമൊക്കെ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ദുരിതം ഈ പ്രദേശത്ത് ഇങ്ങനെ പുഴ പോലെ കടലിങ്ങനെ ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഉള്ളത്. അടുത്തുള്ള വീടുകളിലൊക്കെ ആളുകൾ ഇങ്ങനെ കയറി നിൽക്കുകയാണ്. ഏതായാലും വലിയൊരു ദുരിതം ഞാറക്കൽ മേഖലയിലാകെ വ്യാപിച്ചിരിക്കുന്നു. ഈ പ്രദേശത്താണ് ഇപ്പോൾ ഈ ആളുകൾ ഈ ദുരിതം അനുഭവിക്കുന്നത്. പക്ഷേ ഒരുപാട് കുടുംബങ്ങളുടെ പ്രതിസന്ധിയാണ് ഇത്. ഈ കടലേറ്റവും കടൽക്ഷോഭവും വീടുകളിലേക്ക് വെള്ളം എത്തുന്നതും ഒക്കെ എറണാകുളത്തിൻ്റെ തീരങ്ങളിൽ പല ഇടങ്ങളിലായി ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നമാണ്. അവിടെ ഈ അധികൃതരുടെ ഭാഗത്ത് ശ്രദ്ധയിലേക്ക് ആ വിഷയം പെടുത്തുമ്പോൾ താൽക്കാലികമായ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കി പോവുക, അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോഴിതാ 4 ലക്ഷം രൂപ ചെലവഴിച്ചൊരു മണൽത്തിട്ട അവിടെ ഉണ്ടാക്കിയിരുന്നു വെള്ളം കയറുന്നത് തടയാനെന്ന് പറയുന്നത്. അത് പൂർണ്ണമായി ഒലിച്ചു പോയിട്ടുണ്ട്. എന്താണ് ഇതിലിങ്ങനെ ഒരു ഇടപെടൽ വൈകുന്നതിൽ അല്ലെങ്കിൽ അധികൃതർ പറഞ്ഞു പറ്റിക്കുന്നതിൽ നാട്ടുകാരുടെ രോഷം, അവരുടെ പ്രതികരണം? ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന കൊടയും ചൂടിക്കൊണ്ട് പോകുന്നത് ഈ പഞ്ചായത്തിലെ പ്രസിഡന്റാണ്. ഇവിടെ ഇപ്പോൾ ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടായപ്പോൾ ഒന്നാണ്. പക്ഷേ നമ്മളിവിടെ ഈ റിപ്പോർട്ടിംഗ് നടത്തുന്ന സമയത്ത് പ്രസിഡന്റിൻ്റെ പ്രതികരണം ചോദിച്ചെങ്കിലും അവർ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഈ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഞാറക്കൽ പഞ്ചായത്തിലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ പോകുന്നത്. ആ വീടുകളുടെ മുന്നിലേക്കാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത്. അവിടെ നാട്ടുകാരൊക്കെ വലിയ ഭീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കനത്ത മഴ ഇപ്പോൾ ഇവിടെ ഈ കടൽ കയറ്റത്തിനൊപ്പം
കനത്ത മഴ കൂടി എത്തിയിരിക്കുന്നു. അതോടുകൂടി ഇവിടെ ഇപ്പോൾ ഈ വെള്ളം ഇതൊരു പുഴ പോലെ ഒഴുകുന്നത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രദേശത്താണ് ഇപ്പോൾ ഈ നാട്ടുകാർ ഈ ദുരിതം അനുഭവിക്കുന്നത്. മറ്റ് 2 വീടുകളുടെ മുന്നിലെ കാഴ്ച കൂടി നമുക്ക് കാണിക്കാം. അവിടെയും ഈ കടൽ, ഈ പുഴയല്ല, ഈ കടലാണ് ഇങ്ങനെ ഒഴുകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. അവരിപ്പോൾ ഇവിടെ ഇങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണ്. ഏതായാലും പ്രസിഡന്റിനോട് തന്നെ ഒന്ന് ചോദിക്കാം. ഞാറക്കല്ലേ പ്രസിഡന്റ്, ഈ ഇവിടെ ഇപ്പോൾ വെള്ളം കയറി ഈ കടല് മണ്ണൊക്കെ പോയിക്കൊണ്ടിരിക്കുക, എന്ത് ചെയ്യും? തഹസിൽദാരെ ഞാനിപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വില്ലേജ് ഓഫീസർ എന്തോ മീറ്റിങ്ങിലാണ്. ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിൽ നിന്ന് ഇപ്പോൾ വന്നതേ ഉള്ളൂ. എന്നാൽ ശരി കളക്ടറെ. അപ്പോൾ കളക്ടറെ ഞാൻ വേറൊന്നും ചെയ്യണ്ടല്ലോ. കളക്ടർ കേൾക്കുന്നുണ്ടോ? കളക്ടറെ ഞാനൊന്ന് സ്പീക്കറിൽ ഇടട്ടെ. കളക്ടറോടാണ് സംസാരിക്കണമെന്ന് ഇവർക്കറിയില്ല. നിക്കട്ടെ വെക്കല്ലേ കേക്കട്ടെ. എന്താ കേട്ടെ, ഇവിടെയുള്ള ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. പ്രസിഡന്റ് ചെയ്ത പണിയാണ് കാണുന്നത്. അന്ന് മണ്ണൂർ പ്രസിഡന്റ് പറഞ്ഞു വെക്കല്ലെന്ന്. ഇപ്പൊ ഞങ്ങളുടെ തൊഴുകയാണ്. നിങ്ങൾ ആരും ഞങ്ങൾ വെക്കാണ്ട് ഞങ്ങൾ ഇവിടെ പോകണം. കുറെ മീൻപിടുത്തക്കാർ ഞങ്ങൾ ഇവിടെ തൊഴുകയാണ്. ഞങ്ങൾ എവിടെ പോകണം? ഞങ്ങൾ കളിയാക്കണ അന്ന് പോയിട്ട് വന്നതല്ലേ പ്രസിഡന്റിന്ന് ഇല്ലേ? തൽക്കാല കാര്യം കാണാൻ വേണ്ടി കൊണ്ടുവന്നിട്ടേക്കാണ് കാണുന്ന ചാക്ക്, 10 ലക്ഷത്തിന്റെ അരി ചാക്ക്. നമ്മളെ പറ്റിക്കണി കാണുന്നത് അതും പറഞ്ഞുകൊണ്ട് 2 ദിവസം തല്ലുപിടിക്കുക. പഞ്ചായത്തിൽ കിടന്ന് 2 ദിവസം തല്ലുപിടിക്കണം. 4 ലക്ഷം തൂങ്ങിച്ചാക്കാൻ ഞങ്ങൾ ഇവിടെ കിടന്നുണ്ട്. അമ്മയും മക്കളും കൂടി ഞങ്ങൾ തൂങ്ങിച്ചാകും. വേറെ വൃത്തിയിലാക്ക് ജീവിക്കാന്ന് വൃത്തിയിലാണ്ടായി പോയി. അന്ന് നിങ്ങൾ വന്നപ്പോ ഞാൻ പറഞ്ഞ മണ്ണ് വെക്കല്ലെന്ന് പറഞ്ഞ നിങ്ങൾ സമ്മതിച്ചാണ്ട് നിങ്ങൾ എന്താ പറയുക മോളിൽ നിന്നുള്ള ഉത്തരവാണെന്ന് പറഞ്ഞു. ഞാൻ കൂടുതൽ കുറെ വേസ്റ്റ് ഞങ്ങൾ അങ്ങ് വരെയാണ് വേസ്റ്റ് വരി പിറക്കാത്ത അതുവരെ മഴയാണ്. നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്ത പണിയാണ് ഈ കാണുന്നത്. എറണാകുളം ഞാറക്കലിൽ രൂക്ഷമായ കടലേറ്റമാണ് ഉണ്ടാവുന്നത്. വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുകയാണ്. നിരവധി വീടുകളിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട്. അവർക്ക് അവിടെ താമസിക്കാൻ കഴിയാത്ത നിലയിലേക്ക്, പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം, താമസിക്കാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. നേരത്തെ ഒരു 4 ലക്ഷം രൂപ ചിലവഴിച്ചൊരു മണൽത്തിട്ട അവിടെ ഈ ജനങ്ങളുടെ ആവശ്യത്തിന് പിന്നാലെ സ്ഥാപിച്ചു എന്ന് പറയുന്നു. അത് പൂർണ്ണമായി ഒഴുകിപ്പോയിട്ടുണ്ട്. ഇപ്പോഴും വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുന്ന സാഹചര്യമാണ്. വലിയ പ്രതിഷേധം അവിടെയുള്ള പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന്, മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ശ്യാംകുമാർ സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.